മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ആശ്വാസമല്ല, അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങൾക്കും പ്രചോദനമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങൾ ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് UAE മുസഫയിൽ നിന്നുള്ള നഴ്സുമാരാണ്. ഇവരെ ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സഹനങ്ങളും യാദൃശ്ചികമല്ല, അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള സാക്ഷ്യങ്ങളാണെന്ന ബോധ്യം ദൈവം നമ്മിൽ നിറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നീതു. ഞാൻ പാലാ രൂപതയിലെ കാക്കൂർ ഇടവകാംഗമാണ്. ഞാനും ഹസ്ബൻഡും 3 മക്കളും 11 വർഷമായി മുസഫയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ജിസി. ഞാൻ സെന്റ് ജോസഫ് എപ്പിസ്കോപ്പൽ തൊണ്ടി ഇടവകാംഗമാണ്. ഇവിടെ മുസഫയിൽ ഞാനും ഭർത്താവും 2 മക്കളുമായി ജീവിക്കുന്നു. ജിസി വീട്ടിലെ കുഞ്ഞ് അനുജത്തിയാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിലെ മൂത്ത ചേച്ചിയാണ്. ഞങ്ങളും 3 പെൺമക്കളാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ചെറുപ്പം മുതലേ നല്ല ദൈവവിശ്വാസത്തിലാണ് വളർന്നു വന്നത്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. വേദപാഠമൊന്നും മുടക്കാറില്ല. അതുപോലെ തന്നെ പപ്പയൊക്കെ ജോലിക്ക് പോകുമ്പം പപ്പയും അമ്മയൊക്കെ ബൈബിള് വായിച്ചിട്ട് പോകുന്നത് കാണാറുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം പപ്പ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ടായിരുന്നു. ആ അനുഗ്രഹം വലിയൊരു ശക്തിയും ധൈര്യവും നമുക്ക് തരും. പരീക്ഷയൊന്നും പേടിക്കാതെ നല്ല വിജയം നേടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നൽകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മാമയും അമ്മച്ചിയൊക്കെ പണ്ട് കുറേ വിശുദ്ധരുടെ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അതിലെന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിശുദ്ധ അൽഫോൺസാമി, പിന്നെ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന വിശുദ്ധയായിരുന്ന വിശുദ്ധ മദർ തെരേസയായിരുന്നു. വിശുദ്ധ മദർ തെരേസ പറയാറുണ്ട്, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കുമെന്ന്. പണ്ടൊക്കെ മദർ തെരേസയെ പോലെ ആകണം, രോഗികളെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നീതു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് മദർ തെരേസിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആണോ? അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതെ അതെ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കുത്തി നിറച്ച് ഞങ്ങൾ കാണാൻ പോവുകയാണ്. പോലീസ് മൈതാനയിലായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം എന്തോന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്, നോക്കത്താ ദൂരത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞങ്ങൾക്ക് കാണാൻ ഒരു പൊട്ടുപോലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം കാണാനോ തൊടാനോ കഴിയുമെന്നൊന്നും നമ്മൾ വിചാരിച്ചതേ അല്ല. അന്നേരമാണ് അവർ അതിനുള്ള സൗകര്യം ഒരുക്കി തന്നത്. മദർ തെരേസ ഇങ്ങനെ സ്റ്റേജിന്റെ സൈഡിലേക്ക് വന്നു, കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരും ലൈനായിട്ട് നിന്ന് അതിലെ പോയി അമ്മയെ കാണുകയും അതുപോലെ തന്നെ തൊടുകയും ചെയ്തു. അന്ന് അതിൻ്റെ പ്രാധാന്യമോ വിലയൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈശോ എത്ര വലിയ അനുഗ്രഹം എനിക്ക് തന്നത്. അമ്മയെ കാണാനും അതുപോലെ തൊടുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നീതു പറഞ്ഞല്ലോ, നീതുവിന് ഒരുപാട് ഇഷ്ടവും സ്നേഹിക്കപ്പെടുന്ന ഒരു വിശുദ്ധയാണ് മദർ തെരേസ എന്ന്. അപ്പം മദർ തെരേസയുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീതുവിൻ്റെ രോഗി ശുശ്രൂഷ എങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ അമ്മാമ്മ ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് ഞാൻ അമ്മാമ്മയെ കണ്ട് ഒരു നേഴ്സാവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പം ഞാൻ BSc നഴ്സിംഗ് ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയും അമ്മയും അധ്യാപകരായതുകൊണ്ട് എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. BSc നഴ്സിംഗ് ആകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടല്ലോ. അതെ. പക്ഷേ നേഴ്സിങ്ങിന് ചേർന്ന ശേഷം ഞാനിങ്ങനെ ക്ലിനിക്കൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം രോഗികളെയൊക്കെ കാണാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ നേഴ്സിങ്ങിനെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയ ശേഷം ഞാൻ രോഗികളെയൊക്കെ നോക്കി കഴിയുമ്പം അവർ ഡിസ്ചാർജ് ആകുമ്പം ഒരമ്മച്ചി എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചായിരുന്നു. അതെനിക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയി തോന്നിയിട്ടുണ്ട്. നമുക്ക് ഓരോ രോഗികളും വീട്ടിൽ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടാൽ മതി, നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എത്ര മഹത്വകരമാണെന്ന് നമുക്ക് അന്നേരം തോന്നാറുണ്ട്. ജിസിയുടെ ജീവിതത്തിൽ ഈശോയെ പങ്കുവെക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? സഹപ്രവർത്തകർക്കോ രോഗികൾക്കോ അങ്ങനെ? ഇത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു. ഒരു 9 മാസം
9 മാസമായി എനിക്ക് അന്നേരം. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് തലേ ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് അന്ന് കിട്ടിയ അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് രോഗി ശുശ്രൂഷയൊന്നും ഇല്ലാത്തൊരു എളുപ്പമുള്ളൊരു രോഗിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാമല്ലോ, എങ്ങനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം, ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 1 മണി 2 മണി ആയപ്പം എൻ്റെ ഇൻചാർജ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് താഴെ എമർജൻസിയിൽ നിന്ന് ഒരു ക്രിട്ടിക്കൽ രോഗി വരുന്നുണ്ട്, ഇവിടെ വേറെ ആരുമില്ല അതിനെ എടുക്കാൻ, ഒരു സീനിയറായിട്ട് നീ മാത്രമേ ഉള്ളൂ, എനിക്കറിയാം നീ നാളെ പോവുകയാണ്, നിൻ്റെ ഈ അവസ്ഥയിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നീ അത് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്കറിയാലോ ഒരു ക്രിട്ടിക്കലായിട്ട് രോഗി വരുമ്പോൾ എന്തുമാത്രം അത് തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്ത് വിഷമിച്ചിരിക്കുമായിരുന്നു. എന്തായാലും ഞാൻ ഓർത്ത് എൻ്റെ ഈശോയെ നീ എനിക്ക് തന്നതാണ്, ഞാനത് സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ രോഗിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ രോഗിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അത് കാണുവാണെങ്കിൽ ഒരു 38-39 വയസ്സേ ഉള്ളൂ, ഒരു മലയാളി ചേച്ചിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മിഷൻ്റെ നടുവിൽ ഒരുപാട് ഇൻഫ്യൂഷൻസും ഒക്കെ തൂങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാനോർത്ത് എൻ്റെ ഈശോ ഇത്ര ചെറുപ്രായത്തിൽ നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോൾ നിറകണ്ണുകളുമായിട്ട് ആ ചേച്ചിയുടെ ഭർത്താവ് അവിടെ നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വന്നതിനോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെയുണ്ടോ എന്ന അവസ്ഥ, എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന്. അപ്പം നമുക്കറിയാലോ ഒരു രോഗി ഇത്ര ഇതായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് അതിന് ബുദ്ധിമുട്ട്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, ഈശോയെ ഞാൻ എന്താ പറയേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യും, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്, ചേട്ടൻ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്ന് ചോദിച്ചു, വീണ്ടും എന്നോട് ചോദിച്ചു, നമുക്കിവിടെ പ്രാർത്ഥനയോ അതോ വൈദികരെ കിട്ടുമോ അതോ ശുശ്രൂഷ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ചേട്ടൻ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അച്ഛന്മാരെ വിളിച്ചു കൊണ്ട് കൊടുക്കാമെന്നൊരു രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമേ നോക്കിയപ്പം പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഇല്ല, അച്ഛൻ ഇന്ന് അവൈലബിൾ അല്ല, നാളെ അവൈലബിൾ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സിസ്റ്റർ അത് ഓക്കെ ആണോ, നമുക്ക് നാളെ കൊടുത്താൽ മതിയോ? അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് കടന്നു വന്ന ചിന്ത ഇതാണ്, ഞാൻ ഇങ്ങനെ എൻ്റെ പോക്കറ്റിൽ കൊന്തയുണ്ടല്ലോ നമ്മുടെ, അപ്പോൾ ഞാൻ ആ കൊന്തയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓർത്ത്, ഈശോയെ ഞാൻ എന്താ ഇതിന് മറുപടി പറയണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യം ഇതാ, ചേട്ടന് പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടുപോയി ഇന്ന് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാം, അതായിരിക്കും നല്ലതെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഇത് കേട്ടിട്ട് ചേട്ടൻ പോയി അന്വേഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, ഒരച്ഛൻ വരാം, ഇത് ചെയ്യാം, ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അധികം താമസിയാതെ തന്നെ അച്ഛൻ വന്നു, പ്രാർത്ഥിച്ചു. അപ്പം ഞാനും ആ ചേട്ടനും മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അച്ഛൻ ചോദിച്ചു, ഈ ദിവ്യകാരണ ഈശോയെ ഞാൻ ഈ രോഗിക്ക് കൊടുത്തോട്ടെ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ അത് കൊടുത്തു. അത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും രോഗി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. അപ്പം അത് വിട പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ സന്തോഷിച്ചു. കാരണം ആ ഒരു ശുശ്രൂഷയിലൂടെ അവർ ചോദിച്ചതിൻ്റെ കൂടെ നമുക്ക് ഈശോയെ ആ രോഗിക്ക് കൊടുക്കാൻ പറ്റി. ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ സ്വർഗത്തിലേക്ക് നമുക്ക് വിടാൻ പറ്റി. അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അവർ പിന്നെ പേഷ്യൻ്റെയും കൊണ്ട് പോയപ്പം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പി പറഞ്ഞു, സിസ്റ്റർ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചേനെ, നാളെയോ മറ്റന്നാളോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നേനെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ ഭാര്യ പോയപ്പം ഈശോയെ അറിഞ്ഞാണല്ലോ, ഈശോയെ സ്വീകരിച്ചാണല്ലോ അവൾ പോയതെന്നും പറഞ്ഞ് ആണത് പോയത്. അതെൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16:26 പറയുന്നത് പോലെ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? എനിക്ക് ആ ദൈവവചനമാണ് ഇവിടെ ഓർമ്മ വന്നത്. ശരിയാണ് നീതു. പിന്നെ നീതു, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നീതുവിൻ്റെ ഗർഭകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണ് നീതു ആ ഒരു സഹനത്തിലൂടെ കടന്നുപോയെന്നൊന്ന് വിശദീകരിക്കാമോ? ഞാൻ കോവിഡ് കാലത്താണ് സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയത്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 8 മാസത്തോളം എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു ഡ്യൂ ഡേറ്റിന് 2 ആഴ്ച മുന്നേ എനിക്കും ഹസ്ബൻഡിനും കൊച്ചിനും മൂത്തയാൾക്ക് എല്ലാവർക്കും കൂടെ കോവിഡ് പോസിറ്റീവായി. ഞങ്ങൾ എത്ര വയസ്സുണ്ടായിരുന്നു അന്നേരം? അന്നേരം 5 വയസ്സ്. 5 വയസ്സ്. അന്നേരം ഞങ്ങൾ 3 പേരും പോസിറ്റീവ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നു. സ്ട്രിക്റ്റ് ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ വിളിച്ചാൽ മതി, അപ്പോൾ ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അവർ ആംബുലൻസ് പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഒരു മാതാവിൻ്റെ രൂപവും കൂടെ കയ്യിലെടുത്തായിരുന്നു.
ആംബുലൻസ് വന്നു. ഞാൻ തന്നെ ആംബുലൻസിൽ കയറി പോയി. തന്നെയാണ് ഇത് പോകുന്നത്? തന്നെ പോകുന്നത്. കാരണം ഹസ്ബൻഡും കൊച്ചൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് അവർക്കാർക്കും എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. കാരണം അവർ പറഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും ഡെലിവറി ചെയ്യേണ്ടി വരും, കാരണം പെയിനാണ്, കോവിഡ് പോസിറ്റീവാണ്. കുറച്ച് നേരം കഴിഞ്ഞ് മരുന്നൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഓക്കെ ആയി. അപ്പോൾ പിന്നെ അവർ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റാക്കി. 3 ദിവസം കഴിഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഇനി ഡിലേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്ത് കൊച്ചിനെ ഉടനെ പുറത്തെടുത്ത ശേഷം കൊച്ചിന് ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ കൊച്ചിനെ വേഗം NICUവിലേക്ക് മാറ്റി. സിസേറിയന് ശേഷമാണ് എനിക്ക് കോവിഡ് വേഴ്സണായി പോയത്. കാരണം എനിക്ക് ചുമയൊക്കെ കൂടി, എനിക്ക് നല്ല പെയിന്, എനിക്ക് ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞ് ഫുൾ ടൈം ഓക്സിജൻ മാസ്കിലൊക്കെ ആയിരുന്നു ഞാൻ. ഈ സമയങ്ങളെല്ലാം ഇത് തന്നെയായിരുന്നു. കാരണം കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആർക്കും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ആർക്കും വരാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ അഡ്മിറ്റായി. കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരില്ല, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും കൊച്ചിനെ ആരോഗ്യത്തോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ടിന്യൂസ് എൻ്റെ മൊബൈലിൽ കുർബാന വെക്കുമായിരുന്നു. ജപമാല കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കും. മാതാവിൻ്റെ രൂപവും അടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കിടന്നു. 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കിട്ടി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പിന്നെ ഒരു ജീവിക്കണമെന്നൊരാഗ്രഹം എനിക്ക് ഭയങ്കരമായി ഉണ്ടായി കൊച്ചിനെ കിട്ടിയ സന്തോഷത്തിൽ. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം അവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കുഞ്ഞിൻ്റെ അടുത്ത് ആരുമില്ല, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഒരു വിഷമം തോന്നിയില്ല. ഡോക്ടേഴ്സ് നേഴ്സസൊക്കെ വരുമ്പോൾ അവർ എൻ്റെ റിപ്പോർട്ട്സൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ കണ്ടീഷൻ വേഴ്സണാവുന്നു. പക്ഷേ അപ്പോഴും എന്തോ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനെ പേടിക്കുകയൊന്നും ചെയ്തില്ല. 2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പം ചെറുതായിട്ട് ഓക്സിജൻ മാസ്കൊക്കെ ഊരി മാറ്റി, ഓക്സിജനൊക്കെ ഓക്കെ ആയി തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി കുഞ്ഞിനെയായിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കൈക്കുഞ്ഞുമായിട്ട് ആരുമില്ലാതെ, ആരുടെ സഹായമില്ലാതെ തന്നെ വീട്ടിലേക്ക് പോവുക. അതെ, അവർക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഹസ്ബൻഡിനും കൊച്ചിനൊന്നും പുറത്തേക്ക് ഇറങ്ങാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചിനെയായിട്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് ഹസ്ബൻഡും മൂത്ത മോനൊക്കെ കൊച്ചിനെയൊക്കെ കാണുന്നത്. അന്നും നാട്ടിൽ നിന്ന് ആർക്കും വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ചെന്ന് പറയാം. ആ സമയത്ത് വീട്ടിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം എനിക്കൊരു സ്വർഗസ്നേഹിതാവെയൊക്കെ ചൊല്ലാൻ പറ്റത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ചുമ വരും, ശ്വാസം മുട്ടൽ വരും. എന്നാലും ആ സമയങ്ങളിലൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നീതുവിന് ചെറുപ്പകാലത്ത് പകർന്നു കിട്ടിയ വിശ്വാസമായിരിക്കാം, അതുപോലെ പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കാം. ഇത്രയും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായ സാഹചര്യത്തിലും യാതൊരു പരാതിയും പരിഭവവും കൂടാതെ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നീതു. ജിസിയുടെ ജീവിതത്തിൽ ജിസിക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മക്കൾക്കും കുടുംബജീവിതത്തിലും ഒക്കെ? അതങ്ങനെ ചോദിക്കുവാണെങ്കിൽ മക്കൾ കുഞ്ഞതാണ്, 8ഉം 5ഉം വയസ്സുള്ളവരാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം അവരെപ്പോഴും ബഹളമൊക്കെ ആയിരിക്കും, മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. കൊന്ത ചെല്ലുമ്പോഴൊക്കെ ആദ്യമൊക്കെ എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരും. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഓടി നടക്കുന്നു, കളിക്കുന്നു. ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ചു, ഈ കുഞ്ഞു മക്കളോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കൂട്ടായ്മയിൽ പോകുമ്പോൾ കേട്ടത്, ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവർ നമ്മുടെ വഴിയെ വന്നുകൊള്ളുന്നു. പിന്നീട് ഞാൻ അവരെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതിന് ഞാൻ ഈ പരിശുദ്ധാത്മാവിനോട് സമർപ്പിച്ച് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം അവർ കൊന്ത ചെല്ലുമ്പോഴൊക്കെ മുട്ടുകുത്തി നിന്നാണ് ചെല്ലാറ്. ഓരോ രഹസ്യം അവരുടെ ചെല്ലുമ്പോൾ അവർ മുട്ടുകുത്തി നിന്ന് ചെല്ലും. അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, അസുഖം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച വെള്ളം അല്ലെങ്കിൽ എണ്ണയൊക്കെ എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്കും അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് നമ്മൾ കിടക്കുക, തലവേദനയോ വയറുവേദനയോ അങ്ങനെയൊക്കെ പറഞ്ഞ് കിടക്കുമ്പോൾ ഇവരാരും പറയാതെ തന്നെ ഓടിപ്പോയി ആ വെള്ളം എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ആ എണ്ണ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എവിടെയാണോ വേദന ആ വേദനയുള്ള സ്ഥലത്ത് കുരിശ് വരച്ച് ഈശോയെ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പയുടെ അസുഖം വേഗം മാറ്റി കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷം തോന്നാറുണ്ട് നീതു.
നീതുവിന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു കുടുംബജീവിതവും പിള്ളേരുമായിട്ട് എങ്ങനെയാണ് നീതു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഓരോ സമയത്തും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും എൻ്റെ പപ്പയും അമ്മയും പറയാറുണ്ട്, ഞാൻ ഡെലിവറി ആയി കഴിയുമ്പം കൊച്ചിനെ സ്വീകരിക്കുമ്പോൾ ആദ്യം പറയേണ്ട പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നു എന്ന് പറയണമെന്ന്. ഞാൻ എൻ്റെ ഓരോ കുഞ്ഞിനെയും സിസ്റ്റേഴ്സ് ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്നത് ഈശോയുടെ നാമത്തിൽ ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിള്ളേർക്ക് വിശുദ്ധരുടെ പേരുകൾ നൽകണമെന്ന്. അപ്പോൾ എൻ്റെ പിള്ളേരുടെ പേരും ജോൺ പോൾ, ഐറിൻ, മിഖായേൽ എന്നിങ്ങനെയാണ്. വിശുദ്ധരുടെ പേരാ പിള്ളേർക്കും കൊടുത്തേക്കുന്നത്. അതെ അതെ. അപ്പോൾ അവർക്ക് ഈ വിശുദ്ധരെയൊക്കെ നന്നായിട്ട് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ പേരുള്ള വിശുദ്ധരുടെ ഫോട്ടോസൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പേര് ജോൺ പോൾ ആണല്ലോ, ആരാ ഈ ജോൺ പോൾ എന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് ആൻസർ പറയാൻ കഴിയണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാ വിശുദ്ധരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിള്ളേർ കണ്ട് ഇങ്ങനെ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ജിസി പറഞ്ഞ പോലെ കുരിശുവരയുടെ സമയത്ത് ഓടിക്കളിക്കും. ചെറിയ പിള്ളേരാണ്. ആദ്യമൊക്കെ ഞാനും വഴക്ക് പറയുമായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് അവരുടെ പേരൊക്കെ എഴുതി വെക്കും. എന്നിട്ട് പറയും നന്നായിട്ട് കുരിശ് വരയ്ക്കുന്നവർക്ക് കൂടുതൽ സ്റ്റാറൊക്കെ തരുന്നു എന്ന് പറയും. അപ്പം കൂടുതൽ സ്റ്റാർ കൊടുക്കുന്ന പോലെയാണല്ലോ. അതെ. അപ്പോൾ കൂടുതൽ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഫുൾ കുരിശ് വരെ മുഴുവൻ നേരവും അവർ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പിള്ളേർ വിശ്വാസത്തിൽ വളരുന്നത്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ സോങ്സൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരതൊക്കെ വേഗം വേഗം പഠിച്ച് പാടാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാരൻസിനെയൊക്കെ വിളിക്കുമ്പം അവരോട് പറയുന്ന പഠിച്ച പാട്ട് പാടി കേൾപ്പിക്കാനൊക്കെ പറയുമ്പം അവർ പാടി കേൾപ്പിക്കുമ്പോൾ പാരൻസ് നല്ല പ്രോത്സാഹനം നൽകാറുണ്ട്. നന്നായിട്ടുണ്ട്, നാളെ വേറെ ഒരു പാട്ട് പഠിച്ച് കേൾപ്പിക്കാനൊക്കെ പറയും. അങ്ങനെ പുതിയത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടെ ആയി. ജിസി എങ്ങനെയാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതെന്ന് പറയാമോ? ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് പോകുന്നതാണ്. പിന്നെ ഒരുപാട് അതിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കും, പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് പ്രാർത്ഥനയിലൂടെ കൂടുതൽ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്ന് ജപമാലയൊക്കെ ചൊല്ലി അതുപോലെ തന്നെ ബൈബിള് വായിക്കാൻ. നേരത്തെ നമ്മൾ ബൈബിള് വായിക്കുമായിരുന്നു, അന്ന് വായിച്ചങ്ങ് വിടും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ബൈബിള് വായിക്കുക മാത്രമല്ല വചനം ധ്യാനിക്കണം. അത് അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നീതുവിൻ്റെ അനുഭവം ഒന്ന് പറയാവോ? ഞാൻ UAE വന്ന ശേഷം എന്നും ജപമാല ചൊല്ലുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ പള്ളി പോകാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കുകളൊക്കെ കൂടി നമ്മുടെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ വരുന്നത്. ആദ്യമായിട്ടൊരു നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രോഗ്രാമിന് പങ്കെടുത്തപ്പം ഞാൻ അന്ന് പോയപ്പോൾ വളരെയധികം ദുഃഖത്തോടെയാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വലിയൊരു ദൈവാനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതിനുശേഷമാണ് നേഴ്സസ് മിനിസ്ട്രിയിൽ ഞാൻ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനൊക്കെ സാധിച്ചത്. അതുപോലെ ഒരു ദിവസം 3 മണിക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല, ഞാൻ എന്നെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് പോയിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചു. ഏത് രീതിയിലും അവിടെ എത്തുന്നു. അപ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഈ കൂട്ടായ്മയിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് നീ ഇതൊന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷനൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എത്താറായി, വേഗം റെഡിയായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവരുടെ കൂടെ പോയി ആ പ്രോഗ്രാമിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര തീവ്രമായ ആഗ്രഹമാണ് ഓരോ ആത്മാക്കളെ നേടാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നത്, അതിന് എന്തുമാത്രം ത്യാഗമാണ് അവരൊക്കെ സഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിസി പറഞ്ഞ പോലെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യമൊക്കെ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിന് വന്നതിന് ശേഷം. അതുപോലെ ലോഗോസ് അല്ല ഓരോ ദൈവവചനവും റേമയായി മാറണമെന്ന്, അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അതിനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന്. നമ്മൾ രാവിലെ ബൈബിൾ വായിച്ചിട്ട് പോകും, പക്ഷേ ആ ദിവസം മുഴുവൻ അതിനെപ്പറ്റി ധ്യാനിക്കണം എന്നൊക്കെ മനസ്സിലായത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. 1 കൊരിന്തോസ് 15:10 പറയുന്ന പോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനിങ്ങനെ ദൈവവചനമൊക്കെ എഴുതി പ്രാർത്ഥിക്കും, നോമ്പെടുത്ത് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു.
എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുമ്പം അതൊക്കെ ഇതുവരെ ദൈവവചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ. ആ എഴുതി വെച്ച ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ട് പോകാറുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു വചനമാണ് ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതൊക്കെ നമുക്കൊരു അനുഗ്രഹമായി മാറും. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു എടുത്തു പറയുന്ന മാറ്റമാണ്, ഞങ്ങളൊരു ചെറിയൊരു പ്രെയർ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ. അവിടെ ആദ്യമേ ഞങ്ങളൊരു 2 പേരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥന, നമുക്ക് അവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവർ ചോദിക്കുന്ന എന്ത് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യങ്ങൾ കിട്ടിയെന്നറിഞ്ഞ് അങ്ങനെ കേട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ 1 വർഷത്തോളമായി 2 പേരിൽ തുടങ്ങിയത്. ഇപ്പം ഞങ്ങളൊരു 10-15 പേരുടെ ഒരു കൂട്ടായ്മയായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൂടി അതങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ജിസി, നമുക്ക് ഇന്ന് വരെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും നേതോ. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നേഴ്സും ഓരോ വിശുദ്ധനോ ഒരു വിശുദ്ധയോ ആയി തീരട്ടെ. ഈശോയുടെ കരുണ എല്ലാവരിലും ചൊരിയപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ എല്ലാവരും പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങിയ ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ സിസ്റ്റർ വേറോനിക്കയും ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും പരിപൂർണയായിരുന്നു. അധികാരികളുടെ നിർബന്ധപ്രകാരം സിസ്റ്റർ എഴുതിയ ഡയറിയിൽ അവളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ 7 വാളുകളും അവളുടെ വ്രതവാഗ്ദാനത്തിന്റെ ചിഹ്നങ്ങളും വരച്ചു വെച്ചിരുന്നു. അവളുടെ മരണത്തിന് ശേഷം ഹൃദയം തുറക്കുമ്പോൾ ആ വരച്ചു വെച്ചിരുന്നതെല്ലാം അതുപോലെ തന്നെ അവർക്ക് കാണാൻ സാധിച്ചു. ബലഹീനരെന്ന് കരുതുന്ന നമ്മെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മെ ലോകത്തിന് മുന്നിൽ സാക്ഷികളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് സ്വന്തമായി മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.